നമ്മളിപ്പോൾ പെൻ അസൈൻമെൻറ്റിലൂടെ രണ്ടിൻ്റെയും കളറും പിന്നെ ലൈൻ ടൈപ്പും ലൈൻ വെയിറ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് വിസിബിൾ ആവണ്ട, പണ്ടത്തെ പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും തിരിച്ച് പെൻ അസൈൻമെൻറ്റിൽ പോയിട്ട് കളർ സെലക്ട് ചെയ്ത് ഈ ചെയ്തൊക്കെ തിരിച്ചെടുക്കണമെന്ന് ഒരാവശ്യമില്ല. അതിന് നമുക്ക് വീണ്ടും ഇപ്പോൾ ലേഔട്ട് സെക്ഷൻസ് തന്നെ കിടക്കണം. അതെങ്ങനെ മാറ്റണമെന്ന് പറഞ്ഞുതരാം. Ctrl+P പ്രിൻ്റ് കണ്ടിന്യൂ ടു പ്ലോട്ട് എ സിംഗിൾ ഷീറ്റ് എടുക്കുക. പെൻ അസൈൻമെൻറ്റിൽ acad.ctb എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ് നമ്മളെല്ലാ ചേഞ്ചും പെൻ അസൈൻമെൻറ്റിൽ വരുത്തിയിട്ടുള്ളത്. അത് എടുത്തിട്ട് നൺ അമർത്തിയാൽ മതി. അതെടുത്തതിന് ശേഷം നണ്ണ് സെലക്ട് ചെയ്യുക. അപ്ലൈ ടു ലേഔട്ട് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അത് കൊടുത്തതിന് ശേഷം പ്രിവ്യൂ അടിക്കുക. ഇപ്പോൾ അതാണ്ട വ്യക്തമായിട്ട് തന്നെ നമുക്കത് കാണാം, ഒന്നും ചേഞ്ച് ആയിട്ടില്ല. SAD കളർ നമ്പർ 70 കണ്ടിന്യൂസ് ലൈൻ തന്നെ. ഇവിടെ SAD കണ്ടിന്യൂസ് ലൈന് പച്ച കളർ ലൈൻ തന്നെയാണ്. തെർമൽ ഇൻസുലേഷൻ കളർ നമ്പർ 160 ഡോട്ടഡ് ലൈനും തന്നെ. അപ്പോൾ നമുക്കത് പെൻ അസൈൻമെൻറ്റിൽ ഒരു ചേഞ്ചും വരുത്തണ്ടെന്നുണ്ടെങ്കിൽ നണ്ണ് കൊടുത്തതിന് ശേഷം ഷീറ്റ് പ്ലോട്ട് ചെയ്താൽ മതി. അപ്പോൾ പെൻ അസൈൻമെൻറ്റിൽ നമ്മൾ ചെയ്ത സേവിങ് അതൊന്നും വിസിബിൾ ആയിരിക്കില്ല. ഗൈസ്, ഇനി കുറച്ചല്ലാത്ത കാര്യങ്ങളും കൂടെ ഈ വീഡിയോയിൽ ചേർത്ത് പറയുന്നുണ്ട്. ഓക്കെ, വിച്ച് ഈസ് റിലേറ്റഡ് ടു പർജിങ്. നമുക്ക് പർജിങ് എന്തിനാണ് ചെയ്യുന്നത്, പിന്നെ ആവശ്യമില്ലാത്ത ലെയറുകളൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനായിട്ട് ആദ്യം നമ്മൾ ഒരു പുതിയ ഡ്രോയിങ് തുറക്കുക. ഒന്നുകിൽ Ctrl+N അല്ലെങ്കിൽ ഇതാണ്ട് ഈ ന്യൂ ഡ്രോയിങ് എടുക്കുക. ന്യൂ ഡ്രോയിങ് എടുത്തതിന് ശേഷം ഇതാണ് എൻ്റെ ന്യൂ ഡ്രോയിങ്. പെട്ടെന്ന് തന്നെ യൂണിറ്റ് സെറ്റ് ചെയ്യാം. UN അടിക്കുക, എൻ്റർ, ഡെസിമൽ, പ്രിസിഷൻ 0.2 പോയിൻ്റ് കഴിഞ്ഞ് 2 ഡെസിമൽ, ഇഞ്ചസ് മാറ്റി മില്ലിമീറ്റർ, ഇഷ്ടമുള്ള യൂണിറ്റ് കൊടുക്കാം. നമുക്കിപ്പോൾ മില്ലിമീറ്റർ കൊടുക്കാം. ഓക്കെ കൊടുത്തു, യൂണിറ്റ് സെറ്റ് ചെയ്ത്. ഇപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഒരു ലെയറേ ഉള്ളൂ, ഒരേ ഒരു ലെയറേ ഉള്ളൂ, 0 എന്ന് പറഞ്ഞൊരു ലെയർ. നമ്മൾ നേരെ ഡയമെൻഷൻ ഇപ്പോൾ ഒരു ലൈനും വരച്ചിട്ട് അതിൻ്റെ ഡയമെൻഷൻ എടുക്കുകയാണ്. ലീനിയർ ഡയമെൻഷൻ എത്ര ലെങ്ത് ആണെന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു പോളിലൈൻ എടുത്ത് വരച്ചു. അതിനുശേഷം നേരെ ലീനിയർ ഡയമെൻഷനിൽ പോയിട്ട് അതിൻ്റെ ലൈനൊന്ന് നമ്മൾ മെഷർ ചെയ്തു. അത് എത്ര ആയിക്കോട്ടെ. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണ്, ഇപ്പോൾ ഇവിടെ വന്ന ഒരു അഡീഷണൽ ലെയറും കൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഡെഫ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ലെയർ. ഡെഫ് പോയിൻറ്റ്സ് ലെയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ലെയർ നമുക്ക് ഒരു തരത്തിലുള്ള എഡിറ്റിങ്ങും ചെയ്യാൻ പറ്റില്ല. ലെയർ പ്രോപ്പർട്ടീസ് ഇപ്പോൾ വേണമെങ്കിൽ കാണാം. അതിൽ പ്ലോട്ട് ചെയ്യാനും പറ്റില്ല, അതുപോലെ തന്നെ അത് ഫ്രീസ് ചെയ്യാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഡെഫ് പോയിൻറ്റ് ലെയറിൻ്റെ പ്രത്യേകത. നമുക്ക് എന്തെങ്കിലും പ്ലോട്ട് ചെയ്യേണ്ടാത്ത ലെയറെല്ലാം നമ്മൾ ഡെഫ് പോയിൻറ്റ് ലെയറിൽ കൊണ്ട് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്ലോട്ട് സെക്ഷനിൽ ഈ പ്ലോട്ടിൻ്റെ സിമ്പിൾ നമ്മൾ അൺചെക്ക് ചെയ്താൽ മതി. അത് അങ്ങനെ ചെയ്താലും ഷീറ്റിൻ്റെ സെക്ഷനിൽ വരുമ്പോൾ അത് പ്രിൻറ്റിൽ വരില്ല, കാണാൻ പറ്റില്ല. അടുത്ത് നമ്മൾ പർജിങ് എന്താണെന്ന് നോക്കാൻ പോവാണ്. ഏറ്റവും ഫൈനൽ എല്ലാ പരിപാടിയും ചെയ്തതിന് ശേഷമാണ് പർജിങ് ചെയ്യേണ്ടത്.